മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ ദുരൂഹതയുണ്ടെന്ന് ജേക്കബ് തോമസ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. ഗവർണറെ തന്ത്രപരമായി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി കേരള ഹൌസിൽ പ്രഭാത വിരുന്ന് നൽകി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് BJP നേതാവും മുൻ DGPയുമായ ജേക്കബ് തോമസ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബന്ധപ്പെട്ട വകുപ്പിന്റെ കൂടി ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ്. ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചു. ഡൽഹി കേരള ഹൌസിൽ വെച്ച് നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ കൗശലത്തോടെ ആസൂത്രണം ചെയ്തതാണെന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചില്ലെന്നും ജേക്കബ് തോമസ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നു. ധനമന്ത്രി പിന്മാറാതിരിക്കാൻ ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് ആരോപിച്ചു. കാര്യങ്ങൾ BJP ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കടുപ്പിക്കുന്നതിനിടെ നടന്ന നിർമ്മല പിണറായി കൂടിക്കാഴ്ചയിൽ BJP സംസ്ഥാന നേതൃനിരയിൽ ഒരു വിഭാഗത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. അതേസമയം ഗവർണർക്കൊപ്പം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ പ്രതിപക്ഷമുയർത്തിയ വിമർശനത്തിന് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഇട്ട പാളത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വലിയ സംഭവമാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നതെന്നും MP-മാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ പോയതെന്നും താൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നുവെന്നും വിമാനത്തിൽ ഒരുമിച്ചായിരുന്നു യാത്രയെന്നും വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു, MP-മാരുടെ പരിപാടിയിൽ താനും പങ്കെടുത്തുവെന്നും അവിടെ വച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചതാണെന്നും അദ്ദേഹം സമ്മതിച്ചു. രാവിലെ തന്നെ വരികയായിരുന്നു, അല്ലാതെ ഗവർണർ ഇട്ട പാടത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയതല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല. കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത്. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ നവ ഫാഷിസ്റ്റ് എന്ന് വിലയിരുത്തിയ CPM നിലപാടിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ്. എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിലുണ്ടായിരുന്നു. അതാണ് അടിയന്തരാവസ്ഥ കാലം. അതിനെ CPM വിശേഷിപ്പിച്ചത് അമിതാധികാര പ്രയോഗമെന്നാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. TP കേസ് പ്രതികളുടെ പരോളിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോവിഡ് കാലം കൂടി നോക്കുമ്പോൾ പരോൾ വലിയ സംഖ്യയായി തോന്നാം. കോവിഡ് കാലത്ത് 685 ദിവസം വരെ പരോൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കേസിലെ പ്രതികൾക്ക് മാത്രം പരോൾ നൽകില്ലെന്നും പറയാനാകില്ല. പൊതുവിൽ ആനുകൂല്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.